നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും സ്ത്രീധന പീഡന മരണങ്ങൾ, സ്ത്രീധന പീഡന ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എത്രയെത്ര സ്ത്രീകളാണ് ഈ ക്രൂരതയ്ക്കിരയായി മരണപ്പെടുന്നത്. പലപ്പോഴും പല വിദ്യാഭ്യാസമുണ്ടായിട്ടും നല്ല ഉയർന്ന ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒന്നും തന്നെ കാര്യമില്ല. മനുഷ്യരെ ഈ സ്ത്രീധനത്തോടുള്ള പണത്തിനോടുള്ള ആർത്തിക്ക് ഒരു അറുതിയും വന്നിട്ടില്ല. അതിന് മനുഷ്യജീവന്റെ വിലയാണ് കൽപ്പിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ. ഇപ്പോഴിതാ വളരെ ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഡൽഹി പോലീസിലെ സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാക്ടിക്സ് കമാൻഡോയായ 27-കാരി കാജൽ ചൗധരിയെ ഭർത്താവ് ഡമ്പൽ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 27-കാരി മരിക്കുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത്. 4 മാസം ഗർഭിണിയായിരുന്ന യുവതിയെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ ഭർത്താവായിട്ടുള്ള അങ്കൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഇപ്പോൾ കാജലിലെ ബന്ധുക്കൾ ഉയർത്തുന്നത്. 2023 കാജലിന്റെയും അങ്കൂറിന്റെയും വിവാഹം നടന്നത്. വിവാഹ സമയത്ത് ബുള്ളറ്റ് ബൈക്കും സ്വർണ്ണാഭരണങ്ങളും പണവും നൽകിയിരുന്നെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാർക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ലെന്നാണ് കാജലിന്റെ പിതാവ് രാകേഷ് ആരോപിക്കുന്നത്. മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ മകന് കാറ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് അവർ അവളെ നിരന്തരം പരിഹസിക്കുമായിരുന്നു. പിന്നീട് ഒരു കാർ നൽകിയിട്ടും പീഡനം തുടർന്നു. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയും വീട്ടിലെ ജോലികളെ ചൊല്ലിയും നിരന്തരമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ജനുവരി 22 രാത്രി 10 മണിയോടെയാണ് പടിഞ്ഞാറൻ ഡൽഹിയിലെ മോഹൻ ഗാർഡനിലുള്ള ഇവരുടെ വാടക വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. 4 മാസം ഗർഭിണിയായിരുന്ന കാജലിനെ അങ്കൂർ പിന്നിൽ നിന്ന് ഭാരമേറിയ ഡമ്പൽ ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ജനുവരി 27 രാവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഇവർക്ക് 1.5 വയസ്സുള്ള ഒരു മകനുണ്ട്. അങ്കൂർ മുൻപും കാജലിനെ മർദ്ദിച്ചിരുന്നതായിട്ടാണ് സഹോദരൻ നിഖിൽ പറയുന്നത്. 5 മാസം മുമ്പ് മർദ്ദനത്തെ തുടർന്ന് കാജലിനെ തിരികെ കൊണ്ടുപോകാൻ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ പേരിൽ സത്യം ചെയ്ത് അങ്കൂർ മാപ്പ് പറഞ്ഞതിനാൽ അവർ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഗർഭിണിയായിരുന്നിട്ടും ജോലി കഴിഞ്ഞ് വന്ന ശേഷം വീട്ടുജോലികളെല്ലാം ചെയ്യാൻ കാജൽ നിർബന്ധിതയായിരുന്നുവെന്നും വീട്ടുകാർ ആരോപിച്ചു. പാനിപ്പത്തിലെ കോളേജ് പഠനകാലത്താണ് ഇരുവരും പ്രണയത്തിലായത്. 2023 നവംബറിൽ വിവാഹിതരായ ഇവർ ഹരിയാനയിലെ ഗനൌറിലായിരുന്നു താമസം. അവിടെയുണ്ടായ തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഡൽഹിയിലെ മോഹൻ ഗാർഡനിലേക്ക് താമസം മാറിയത്. എന്നാൽ അവിടെയും പീഡനം തുടരുകയായിരുന്നു. കുട്ടി ഇപ്പോൾ കാജലിന്റെ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ്. അവനെ തങ്ങൾ വളർത്തുമെന്നും വലുതാകുമ്പോൾ സത്യം അറിയിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. സംഭവ ദിവസം ഭർത്താവായ അങ്കൂർ കാജലിന്റെ സഹോദരൻ നിഖിലിനെ വിളിച്ച് ഭാര്യ തന്നോട് വഴക്കിടുകയാണെന്ന് പറഞ്ഞു. സഹോദരനോട് കാര്യം വിശദീകരിക്കാൻ കാജൽ ഫോൺ വാങ്ങിയെങ്കിലും അങ്കൂർ അത് തട്ടിപ്പറിച്ചു. ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലാൻ പോവുകയാണ്, തെളിവിനായി നീ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്തോ എന്ന് നിഖിലിനോട് പറഞ്ഞ ശേഷം അങ്കൂർ കാജലിനെ ആക്രമിക്കുകയായിരുന്നു. നിഖിൽ ഫോണിലൂടെ കാജലിന്റെ നിലവിളി കേട്ടെങ്കിലും ഉടൻ തന്നെ കോൾ കട്ടായി. 5 മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ച അങ്കൂർ താൻ കാജലിനെ കൊന്നെന്നും വന്ന മൃതദേഹം കൊണ്ടുപോയിക്കോളാനും നിഖിലിനോട് പറഞ്ഞു. നിഖിൽ അർദ്ധരാത്രിയോടെ ഡൽഹിയിലെത്തി. അപ്പോഴേക്കും അങ്കൂറിന്റെ വീട്ടുകാർ സ്ഥലത്തെത്തുകയും കാജലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കാജലിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ഡമ്പൽ കൊണ്ട് തലയ്ക്കടിച്ചതിനൊപ്പം കാജലിന്റെ തല വാതിലിന്റെ ഫ്രെയിമിലിട്ട് ഇടിക്കുകയും ചെയ്തതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൽഹിയിലെ ആശുപത്രിയിൽ നിന്ന് പിന്നീട് ഗാസിയാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ കാജൽ ജനുവരി 27 പുലർച്ചെ 6 മണിയോടെ മരണപ്പെട്ടു. ഹരിയാനയിലെ ഗനൌർ സ്വദേശിയായ കാജൽ 2022 ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി ചേർന്നത്. കഠിനമായ കമാൻഡോ പരിശീലനത്തിന് ശേഷം സ്പെഷ്യൽ സെല്ലിന്റെ സ്വാറ്റ് യൂണിറ്റിൽ നിയമിതയായി. കാജലിന്റെ സഹോദരൻ നിഖിലും ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളാണ്. ഇത്രയേറെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടത്തിയ വിവാഹമായിരുന്നു. പിന്നീടായിരുന്നു വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഭാര്യയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെയായിരുന്നു. ഭർത്തൃ വീട്ടുകാർക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ മരിച്ച കാജലിന്റെ കുടുംബം ആരോപിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക.
മാത്രമല്ല ഒരു ഉന്നത അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കാജൽ. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.